അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ആ ഒരു വിശദീകരണമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ പ്രസ്താവനാവാക്യവും ചോദ്യവും നെഗറ്റീവ് ചോദ്യവും ഒക്കെ നമ്മൾ ഓരോ പാഠങ്ങളിലൂടെ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി അതിൻ്റെ ഗ്രാമർ വശം നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റിലെ നാലാമത്തെ ടെൻസാണത്, നാലാമത്തെ സെൻറ്റൻസാണത്, നാലാമത്തെ സബ് ഡിവിഷനാണ്. പ്രസൻറ്റിലുള്ള നാലാമത്തെ സബ് ഡിവിഷനാണത്. അതിൻ്റെ വാക്യഘടന എന്ന് പറയുന്നത് ഫസ്റ്റ് സബ്ജക്റ്റാണ്, ദെൻ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ. ഐ യു ഒഴികെയുള്ള ഏകവചനങ്ങളിലൊക്കെ ഹാസ് ബീൻ എന്നായിരിക്കും. അതിനുശേഷം വർബ് പ്ലസ് ING. പിന്നെ നമുക്ക് ആവശ്യാനുസരണം എന്താണെങ്കിൽ എഴുതി കൊടുക്കാം, എന്താണെങ്കിൽ പറയാം. അതാണ് നമ്മുടെ ഇതിൻ്റെ വാക്യഘടന എന്ന് പറയുന്നത്. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 10 years. ഞാൻ 10 വർഷമായി ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു, കഴിഞ്ഞ ഒരു കാലത്ത് തുടങ്ങി ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന ഒരു ആശയത്തെ പ്രതിഫലിപ്പിക്കാനാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് വാക്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത് ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 10 years. ഇതേപോലെ നമുക്ക് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ ധാരാളം വാക്യങ്ങളെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഉപയോഗം നാം പറഞ്ഞു. ഈ ഒരു ആശയത്തിനാണ് ഇതിനെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നാം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അതിൻ്റെ നമുക്കറിയാം, ഐ ഒഴികെയുള്ള ഏകവചനങ്ങളാണ് സബ്ജക്റ്റ് എങ്കിൽ, ഉദാഹരണത്തിന് ഹി എന്നോ ഷീ എന്നോ ഒക്കെ ആണെങ്കിൽ, ഒരു പേരൊക്കെ ആണെങ്കിൽ ഇവിടെ ഹാസ് ബീൻ എന്ന് വരും ഹാവ് ബീന് പകരം. ഇനി അതിൻ്റെ ചോദ്യമാണെങ്കിൽ എങ്ങനെ വരും? അതിലെ ഹാവ് എന്നതിനെ മാത്രം ആദ്യം വെക്കും, രണ്ടാമത് ഐ സബ്ജക്റ്റ് ഏതോ അത് വെക്കും, മൂന്നാമത് ബീൻ, അതിനുശേഷം വർബ് പ്ലസ് ING. അപ്പോൾ ഹാവ് ഐ ബീൻ ടീച്ചിങ്, ഞാൻ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ എന്നുള്ള അർത്ഥം. ഇത് നമുക്ക് ഹാസ് ആണെങ്കിൽ ഹാസ് ഷീ ബീൻ ടീച്ചിങ് എന്നിങ്ങനെ വരുന്നതാണ്, അവൾ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ. ഈ ഒരു രൂപത്തിലായിരിക്കും ഇതിൻ്റെ ചോദ്യം വരിക. അപ്രകാരം തന്നെ ഇതിൻ്റെ നെഗറ്റീവ് നമുക്ക് എങ്ങനെ പറയാം എന്നുള്ളത് നോക്കാം. ഐ ഹാവിൻറ്റ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 10 years. ഞാൻ 10 വർഷമായി പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയല്ല. അപ്പോൾ ഇവിടെ ഹാവിൻ ബീൻ എന്ന് നമുക്കറിയാം, ഐ ഒഴികെയുള്ള ഏകവചനങ്ങൾക്കാണ് ഹാവിൻ ബീൻ എന്ന് സബ്ജക്റ്റിന് ശേഷം കൊടുക്കുന്നത്. അപ്പോൾ ഹി എന്നോ ഷീ എന്നൊക്കെ ആണെങ്കിൽ ഹാസിൻറ്റ് ബീൻ എന്നായിരിക്കും. ഷീ ഹാസിൻ ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 10 years. അവൾ കഴിഞ്ഞ 10 വർഷമായി ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയല്ല. അവൾ രാവിലെ മുതൽ ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ല. ഷീ ഹാസിൻറ്റ് ബീൻ ഡ്രൈവിങ് സിൻസ് മോർണിംഗ് എന്നിങ്ങനെ നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസും പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ആശയത്തിലാണ് ഇതിൻ്റെ ഉപയോഗം വരുന്നത്. അപ്രകാരം തന്നെ അതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആകുമ്പോഴോ ഹാവിൻറ്റ് പ്ലസ് സബ്ജക്റ്റ് ബീൻ എന്നതുകൊണ്ട് നമ്മൾ തുടങ്ങണം. അത് ഐ ഒഴികെയുള്ള ഏകവചനമാണെങ്കിൽ ഹാസിൻ ഷീ ബീൻ, ഹാസിൻ ഹി ബീൻ എന്നിങ്ങനെ ആയിരിക്കും തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഹാവിൻറ്റ് ഐ ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 10 years. ഞാൻ കഴിഞ്ഞ 10 വർഷമായി ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ. ഇതാണ് നാം ഈ ഒരു അർത്ഥം ഈ ഒരു സെൻറ്റൻസിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്രകാരം തന്നെ മഴ രാവിലെ മുതൽ പെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ എന്നുള്ള നെഗറ്റീവ് ക്വസ്റ്റ്യനാണ് ചോദിക്കേണ്ടത് എങ്കിലോ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാസിൻറ്റ്, പിന്നെ സബ്ജക്റ്റ് ഇറ്റ് ബീൻ എന്നത് തുടർന്ന് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഹാസിൻറ്റ് ഇറ്റ് ബീൻ റൈനിങ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ. ഐ ഒഴികെയുള്ള ഏകവചനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ചോദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി നാം ഹാസിൻറ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീൻ എന്ന പ്ലസ് വർബ് പ്ലസ് ING എന്ന ഒരു ക്രമത്തിലേക്ക്, ആ ഒരു സ്ട്രക്ചറിലേക്കാണ് പോകുന്നത്. ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ചോദിക്കേണ്ടി വരിക. അപ്പോൾ ആ ഒരു അർത്ഥത്തിലുള്ള ചോദ്യത്തിന് ഇങ്ങനെയാണ് നമുക്കതിൻ്റെ അർത്ഥം കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുക. സബ്ജക്റ്റ് ബഹുവചനമാകുമ്പോഴും ഐ ആകുമ്പോഴും യു ആകുമ്പോഴും ഒക്കെ ഹാവിൻറ്റ് ബീൻ, ഹാവിൻ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീൻ എന്നുള്ള ഒരു രീതിയിലാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്.
എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒന്നുകൂടെ വിശദമായി അതിൻ്റെ വ്യാകരണ സംബന്ധിയായ കാര്യങ്ങളെ വിശദീകരിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് നല്ലവണ്ണം ഇത് പ്രാക്ടീസ് ചെയ്ത് കൃത്യവും വ്യക്തവുമായി മനസ്സിലാക്കി മനസ്സിൽ ഒന്ന് ഉറപ്പിച്ചു വെക്കുക. ഇത് പ്രയോജനപ്പെടും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും മറ്റു ഗ്രാമർ സംബന്ധമായ വിഷയങ്ങൾ പഠിക്കുന്നവർക്കുമൊക്കെ, മുന്നോട്ട് പഠിക്കുന്നവർക്കൊക്കെ ഏറെ ആവശ്യവും ഉപകാരവും വരുന്നതായിരിക്കും. അതുകൊണ്ട് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഇതോടെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.